മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഞാനിവിടെ പുട്ടാണ് തയ്യാറാക്കുന്നത്. പുട്ട് നമ്മളെല്ലാവരും തയ്യാറാക്കാറുള്ളതാണ്. ഈ പുട്ട് തയ്യാറാക്കുന്നതിന് കൂടെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പുട്ടുപൊടി കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. പുട്ടുപൊടി നനയ്ക്കാൻ എത്രമാത്രം വെള്ളം ആവശ്യമാണെന്നുള്ളത് ഇവിടെ ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഓരോ പുട്ടുപൊടിയും അത് വറുക്കുന്നതിൻ്റെയും അതിൻ്റെ ആ തരിയുടെ ഒക്കെ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനച്ചെടുക്കുമ്പോൾ പുട്ടിൻ്റെ പാകത്തിന് നമുക്കിത് നനച്ചെടുക്കാം. അല്പം കയ്യിൽ വെള്ളം തളിച്ചിട്ട് വേണം നനച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടിത് കുഴച്ചെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ ഇത് നനച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് 5 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ കുറച്ച് വലിച്ചെടുത്ത് അതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ ഞാൻ അതിന് മുൻപായിട്ട് ഈ നനച്ചെടുത്ത പൊടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം വരെ വെച്ചാലും പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് 1-2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. സാധാരണ അരയ്ക്കുന്നത് പോലെ തിരിച്ചെടുക്കണ്ട, ബാക്കിലേക്കൊന്ന് തിരിച്ച് പൾസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഞാനിത് 2 പ്രാവശ്യമായിട്ടിട്ട് പൾസ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിതിലേക്ക് വേറെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് പാകത്തിന് നനച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർക്കുമ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തേങ്ങയും ഒക്കെ അല്പം വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ പാകത്തിന് തന്നെ കൈ വെച്ച് തന്നെ നമുക്കിത് നനച്ചെടുക്കാം. പാൽപ്പൊടിയും ക്യാരറ്റും തേങ്ങയും ഒക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുട്ടിന്. ഇപ്പോൾ ഇതിന് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പുട്ട് കഴിക്കാൻ പറ്റും. പഴം ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പഴം ചേർത്തിട്ട് കഴിക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ പാകത്തിന് തന്നെ നമുക്കിത് നനച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നനവുള്ളതായതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്കിത് വെച്ചിട്ട് പുട്ട് തയ്യാറാക്കാം. സാധാരണ ചെയ്യുന്ന പോലെ പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുട്ടുപൊടി ഇട്ട് ഇടയ്ക്ക് തേങ്ങ വീണ്ടും ഇട്ടിട്ട് നമുക്ക് സാധാരണ തയ്യാറാക്കാറുള്ളത് പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പുട്ടും തയ്യാറാക്കിയെടുക്കാം. മിക്കവാറും എളുപ്പത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലത്തെ പുട്ട് തന്നെ തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. സാധാരണ കുട്ടികൾക്കൊക്കെ പുട്ടൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും കഴിച്ചോളും. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.